ഓ മൈ ഗോഡ്. ഇംഗ്ലീഷുകാരനൊക്കെ അങ്ങനെ വിളിക്കും. ഇപ്പം മാറ്റുന്നുണ്ട്, ഓ മൈ ഗോഷ് എന്ന് പറയും. ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവമേ എന്നല്ലേ, അപ്പോൾ അത് പറയാൻ ഇച്ചിരി മടി. ഓ മൈ ഗോഷ്, സുബ്ഹാനല്ലാഹ്. ഗോഡ് എന്ന് പറയണ്ട, വേറെന്തെങ്കിലും പറയാം. ഓ മൈ ഗുഡ്നെസ്, ചിലർ അങ്ങനെ പറയും. ഓ മൈ ഗുഡ്നെസ്, ഓ മൈ ഗോഡ്, ഓ ദൈവമേ. കാറ്റ് സ്റ്റീവൻസ് അങ്ങനെയാണ് വിളിച്ചത്. മിയാമി ബീച്ചിൽ കുളിക്കാനിറങ്ങിയിട്ട് വലിയൊരു തിരമാല വന്ന് 1970 പോപ്പ് സിംഗർ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്, UK കാരനാണ് കാറ്റ് സ്റ്റീവൻസ്. അദ്ദേഹത്തെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലവരും. തിരമാല വന്നങ്ങ് പൊക്കിക്കൊണ്ടേതാ. അദ്ദേഹം കുളിക്കാൻ ഒരു ഹോളിഡേയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ മിയാമി ബീച്ചിൽ. അയാൾ ഉറപ്പിച്ചു മരിച്ചു. തിരമാല വന്നങ്ങ് പോയി, കരയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. കിട്ടിയ ചാൻസിൽ ഒരൊറ്റ നിലവിളിയാണ്, ഓ മൈ ഗോഡ്, ഇഫ് യു ദേ, ഇഫ് യു സേവ് മീ ഐ വിൽ വർക്ക് ഫോർ യു. പടച്ചോനെ, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ. ഇവർ പറയാണ്, എനിക്കന്ന് വിശ്വാസമില്ലായിരുന്നു പടച്ചോനെ കുറിച്ച്. അങ്ങനെ ചെത്തി പൊളിച്ച് നടക്കുന്ന സമയം, പോപ്പ് സിംഗർ അല്ലേ. ഞാൻ പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഇഫ് യു സേവ് മീ, ഈ ഒരു കടലിൻ്റെ ഈ തുരുത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ, കരയിലേക്ക് തിരിച്ചു വരാൻ എന്നെ നീ സഹായിച്ചാൽ, ഐ വിൽ വർക്ക് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കും. അദ്ദേഹം പറയാം, അത്ഭുതകരമായൊരു തിരമാല ഇങ്ങോട്ടങ്ങ് അടിച്ചു. ആ തിരമാലയുടെ ഫോഴ്സിൽ ഇയാൾ കരയിൽ ചെന്ന് അടിയുകയാണ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിന് കൊടുത്തൊരു വാക്കാണത്. ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചതാ, ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇനി ദൈവം ആരാണെന്ന് എനിക്ക് അറിയണം. അദ്ദേഹം ക്രിസ്ത്യാനിസം പഠിച്ചു, ജൂഡായിസം പഠിച്ചു, ബുദ്ധിസം പഠിച്ചു, ഹിന്ദുയിസം പഠിച്ചു, ലോകത്തിൻ്റെ പ്രമുഖ മതവിശ്വാസങ്ങളൊക്കെ പഠിച്ചു. അവസാനം ഇസ്ലാമും പഠിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് യൂസുഫുൽ ഇസ്ലാം എന്നാണ്. ഇന്ന് അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു പ്രബോധകനാണ്. അവസാനം എത്തിച്ചേർന്നത് ദീനിൻ്റെ വെളിച്ചത്തിലേക്കാണ്. ചിലർക്ക് അങ്ങനെയാണ്. ഹിദായത്ത് ലഭിക്കുന്നത് പല വിധേനയാണ്.